മാസ് മാസ്റ്റേഴ്സ് വോയിസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സർക്കിൾസ്, ടാൻജൻസ് എന്നീ രണ്ട് ചാപ്റ്ററുകളിൽ നിന്ന് ഉള്ള ഗണിത വസ്തുതകൾ ഉൾപ്പെടുന്ന ഒരു ചിത്രം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഫാക്റ്റ് ആണ് ഉള്ളത് എന്ന് കണ്ടെത്തുക. അത് ഉപയോഗിച്ച് ഏതെല്ലാം ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ചോദിക്കാം, ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ സെന്റർ O ആണ്. സർക്കിളിലെ 4 പോയിന്റ്സ് ആണ് A, B, C, D എന്നിവ. P എന്നത് സർക്കിളിന് വെളിയിലുള്ള ഒരു ബിന്ദുവാണ്. P is a point outside the circle. PA and PB are tangents from the point P to the circle. OA and OB are the radii at the point of contact. ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളാണ് A, B, C, D എന്നിവ. O വൃത്തകേന്ദ്രമാണ്. P എന്നത് വൃത്തത്തിന് വെളിയിലുള്ള ഒരു ബിന്ദുവാണ്. OA, OB എന്നിവ രണ്ട് തൊടുന്ന ബിന്ദുക്കളാണ്. PAയും PBയും തൊടുവരകളാണ്. ഇവിടെ എന്തെല്ലാം ഗണിത വസ്തുതകൾ ഉൾപ്പെടുന്നു എന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടത് 2 ടാൻജൻസ് ഒരു പോയിന്റിൽ നിന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സിൽ നിന്നുള്ള ടാൻജന്റുകൾ ഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇത് ഒരു ഗണിത വസ്തുതയാണ്. മറ്റൊന്ന്, OA, OB എന്നിവ പോയിന്റ് ഓഫ് ടാൻജൻസിയിലെ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ 2 റേഡിയസുകളാണ്, ആരങ്ങളാണ്. അപ്പോ ഈ ആരങ്ങൾ തൊടുവരകൾക്ക്, അതായത് ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ടാൻജന്റുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യം അതാണ്. ടാൻജന്റ് അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ radius through the point of contact, radius or diameter through the point of contact. Point of contactലൂടെയുള്ള ആരമോ അല്ലെങ്കിൽ അതായത് തൊടുന്ന ബിന്ദുവിലൂടെയുള്ള ആരമോ വ്യാസമോ ഈ തൊടുവരയ്ക്ക് ലംബമാണ് 90 ഡിഗ്രി. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചോദ്യം വരാം. മറ്റൊന്ന്, ഇതിൽ പ്രകടമായിട്ട് കാണുന്ന സർക്കിളിലെ ഒരു വസ്തുതയുണ്ട്. ഈ 4 പോയിന്റുകള് ഒരു സർക്കിളിലെ പോയിന്റ് ആയതുകൊണ്ട് ACBD എന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം അതിലെ 4 ബിന്ദുക്കളും ഒരു സർക്കിളിലേതാണ്, ഒരു വൃത്തത്തിലേതാണ്. അതുകൊണ്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ആ ഒരു സ്വഭാവം അവിടെ ഉണ്ടാവും. അതായത് ആംഗിൾ സിയിലുള്ള ആംഗിളും ഡിയിലുള്ള ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി വരും. ബിക്കോസ് ദേ ആർ സപ്ലിമെന്ററി ആംഗിൾസ്, അനുപൂരക കോണുകളാണ്. അപ്പോ ഇവിടെ 2 90 ഡിഗ്രിയിലുള്ള ആംഗിൾസ് ഉണ്ട്. ഒരു കാര്യം, അതിനു മുമ്പ് പറഞ്ഞത് 2 ടാൻജൻസും ഈക്വൽ ആണ്. അടുത്തത്, ടാൻജന്റ് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലെ റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ്. ഇനിയും സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള മറ്റൊരു വസ്തുത, പ്രധാനപ്പെട്ട ഒരു വസ്തുതയും ഇവിടെയുണ്ട്. എന്താണത്? ACB എന്ന ആർക്കിന്റെ ചാപം, ആ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ആംഗിൾ ADB. ഒരു ചാപം അതിന്റെ മറുചാപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ കൂടെ ഉണ്ട്, ADB എന്ന ആംഗിൾ. അതേപോലെ അതേ ആർക്ക് തന്നെ സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്,
സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ആർക്ക് ADB എന്ന് പറയുന്ന ADB അല്ല ACB എന്ന ആർക്ക് ഡി എന്ന പോയിന്റ് ACBയുടെ ഓൾട്ടർനേറ്റ് ആർക്കിലാണ്, മറുചാപത്തിലാണ്. ഈ ആംഗിള് അപ്പോ ഒരു ചാപം ഒരാർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ട്, ആ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇവിടെ ഉണ്ട്, അത് സപ്ലിമെന്ററിയാണ്. അതിന്റെ സമ്മ 180 ആണ്. ആംഗിൾസിന്റെ മെഷേഴ്സിന്റെ സമ്മ 180 ഡിഗ്രി ആണ്. ഇത് കൂടാതെ പ്രകടമായിട്ടല്ലാതെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇതിനുണ്ട്. ഏതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററല്? OAPB എന്നത്. OAPB ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ബിക്കോസ് ഇവ 4 ബിന്ദുക്കളും 4 പോയിന്റ്സും എയും ഒയും ബിയും പിയും ഒന്നും ഒരു സർക്കിളിലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ സ്വഭാവം നമുക്ക് അതിനുണ്ടെന്ന് സ്ഥാപിക്കാൻ പറ്റും. എങ്ങനെ? ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന് എങ്ങനെ സ്ഥാപിക്കാം? OAPB ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ദ 2 ഓപ്പോസിറ്റ് ആംഗിൾസ്, ഈ എയിൽ ഒരു ആംഗിൾ ഉണ്ട്, ആംഗിൾ OAP. അതുപോലെ ആംഗിൾ OBP എന്ന് ബിയിൽ ഒരു ആംഗിൾ ഉണ്ട്. അത് ആ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അത് 90 + 90 180 ആണ്. ദാറ്റ് മീൻസ് ആ ഒരു പെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണ്, അനുപൂരകമാണ്. ഇനി ഒരു ക്വാഡ്രിലാറ്ററലിലെ 4 ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ അതിന്റെ സമ്മ 360 ഡിഗ്രി ആണ്. അപ്പോ 360 ഡിഗ്രീസിൽ നിന്ന് ഒരു പെയറിന്റെ സമ്മായ 180 മൈനസ് ചെയ്താൽ we get to 180. Therefore, ആംഗിൾ AOB പ്ലസ് ആംഗിൾ APB, ഇത് ഈ 2 ആംഗിൾ, അതായത് ടാൻജൻസിന്റെ ഇടയിലുള്ള ആംഗിളും റേഡിയസുകളുടെ ഇടയിലുള്ള ആംഗിളും സപ്ലിമെന്ററി ആംഗിൾസ് ആണ് എന്ന് നമുക്ക് ലഭിക്കുന്നു. കാരണം ഒരു ക്വാഡ്രിലാറ്ററിലെ 4 ആംഗിളിന്റെയും സമ്മ 180 ആണ്, അല്ല 360 ആണ്. അതിൽ 2 എണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 2 എണ്ണത്തിൻ്റെത് സമ്മ 180 വരുന്നു എങ്കിൽ ബാക്കി 2 എണ്ണത്തിന്റെ സമ്മ 180 വരുന്നു. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ സപ്ലിമെന്ററി. ഒരു ചതുർഭുജത്തിന്റെ എതിർകോണുകൾ അനുപൂരകമാകുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ആ 4 പോയിന്റുകളിൽ കൂടി ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. മാത്രമല്ല OP ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ. OP എന്ന് പറയുന്നതൊന്ന് വരച്ചു. അങ്ങനെ OP വരയ്ക്കുകയാണെങ്കിൽ ആ OPയുടെ അതൊരു ഡയമീറ്റർ ആകും. അപ്പോൾ കാരണം അതൊരു ഡയമീറ്റർ ആകും. അവിടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഡയമീറ്റർ ആകും. അങ്ങനെയാണെങ്കിൽ അതിന്റെ സെന്റർ ആയിട്ട്, അതായത് OPയുടെ മിഡ് പോയിന്റ് ആണ് ആ സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരിക. എങ്ങനെ അത് മനസ്സിലാക്കാം? OP എന്നത് ഡയമീറ്റർ ആകുന്നു എന്ന് പറയാൻ ഈ ആംഗിൾ 90 ആണ്, അതേപോലെ ഈ ആംഗിളും 90 ആണ്. അതായത് ഒരു സെമി സർക്കിളിലെ ആംഗിൾ ആണ് 90 ആയിട്ട് വരിക. അല്ലെങ്കിൽ അതൊരു സെമി സർക്കിളിലെ ഒരു പോയിന്റ് ആണ് A, അതേപോലെ മറ്റൊരു സെമി സർക്കിളിലെ ആംഗിൾ ആണ് പോയിന്റ് ആണ് B. അപ്പോ ഈ പറയുന്ന നമ്മൾ പറഞ്ഞ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ സെന്റർ OP എന്ന വരയുടെ മിഡ് പോയിന്റ് ആണ്. നമ്മള് ഒരു ടാൻജന്റ്, ഒരു സർക്കിളിന്റെ വെളിയിലുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കാൻ രണ്ടാമതൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ആ സർക്കിൾ വരയ്ക്കുന്നത് ഈ ഒരു വസ്തുത ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോ അത് മറ്റൊരു കാര്യമായി വരുന്നു. അതായത്
OP എന്നത് ഈ പറയുന്ന OAPB എന്ന സൈക്ലിക് ക്വാഡ്രിലാറ്ററലില്, അല്ലെങ്കിൽ അതൊരു സർക്കിളിലെ 4 പോയിന്റ് ആണ്. ആ സർക്കിളിന്റെ സെന്റർ OPയുടെ മിഡ് പോയിന്റ് ആണ്. അതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷനിൽ ചെയ്യുന്നുണ്ട്. പല കുട്ടികൾക്കും ഒരു പക്ഷേ തോന്നിയേക്കാം, എന്തിനാണ് ഈ രണ്ടാമത് ഒരു സർക്കിൾ നമ്മൾ വരയ്ക്കുന്നത്? അത് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്ട് തിരിച്ചറിയാൻ വേണ്ടിയാണ്, കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നാം രണ്ടാമതൊരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. ആ സർക്കിൾ വരച്ച ശേഷമേ എയും ബിയും തിരിച്ചറിയാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ എയിലേക്കുള്ള, പിയിൽ നിന്ന് എയിലേക്കുള്ള നീളമായ പി എയും അതുപോലെ പി ബിയുടെ നീളവും കാണാൻ കഴിയൂ. ഇനിയും ഇത് നീളങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൽ സർക്കിളിലെ ഒരു ഗണിത വസ്തുതയുണ്ട്. അതെന്താണ്? ഒരാർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിള് അതേ ആർക്ക് സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫാണ് എന്ന കാര്യം. പിന്നെ ഇവിടെ കാണാവുന്ന ഒരു ക്വാഡ്രിലാറ്ററലാണല്ലോ ADBC അല്ലെങ്കിൽ ACBD എന്ന് പറയുന്നത്. അത് സൈക്ലിക് ആണ്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പല ചോദ്യങ്ങളും വരാം. ഇനിയും ഒരു കാര്യം ഇതിലുള്ളത്, AB നമ്മൾ ഒന്ന് ജോയിൻ ചെയ്തു എന്നിരിക്കട്ടെ. AB ഒന്ന് ജോയിൻ ചെയ്തു എങ്കിൽ AB എന്നത് നമ്മൾ ജോയിൻ ചെയ്തു എങ്കിൽ, AB ഒന്ന് ജോയിൻ ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. അതായത് ആംഗിൾ ABP എന്നൊരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളും അതുപോലെ തന്നെ ഇതിന്റെ മറുവശത്ത് ആംഗിൾ BAP ഉണ്ട്. BAP, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിട്ട് വരും. എന്തുകൊണ്ട്? വൈ? ബിക്കോസ് ദിസ് triangle ABP is isosceles because the tangents are equal. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു ആംഗിൾ തന്നിട്ട് ഇവിടുത്തെ ഒരു ആംഗിള് ഒരു 70 ഡിഗ്രി എന്നിരിക്കട്ടെ. ഇവിടുത്തെ ഒരു ആംഗിൾ 70 ഡിഗ്രി തന്നാൽ നമുക്കിതിൽ എന്തൊക്കെ ഇനി കണ്ടുപിടിക്കാം? ആദ്യം ഏത് കണ്ടുപിടിക്കണം? ഇതിൽ ഒന്നുകിൽ നമുക്ക് ആംഗിൾ PAB കാണാം, ആദ്യം അത് കാണാം. അതുപോലെ തന്നെ ആംഗിൾ OAP കാണാം, ആംഗിൾ OBP കാണാം. അതുപോലെ തന്നെ ആംഗിൾ AOB കാണാം. അതിനുശേഷം ആംഗിൾ ADB കാണാം. അപ്പോ 70-ൽ നിന്ന് ഈ വര ഇല്ലെന്നിരിക്കട്ടെ, നമുക്ക് ഇങ്ങനെ ഒരു വര ഇല്ല, അതിനെ ബേസ് ചെയ്ത് ചോദ്യവുമില്ല. അപ്പൊ ചോദിക്കാവുന്നത് എന്തൊക്കെയാണ്? ഇതിൽ ഇത്തരം അടയാളങ്ങളൊന്നും കാണില്ല, അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പോ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യം, 70 ഡിഗ്രി തന്നു. ഏത്? ആംഗിൾ APB യുടെ അളവ്, മെഷർ ഓഫ് ആംഗിൾ APB is equal to 70 ഡിഗ്രി. അതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി ചെയ്യാവുന്നത് ആംഗിൾ OAP എത്രയാണ്? ആംഗിൾ OAP. അപ്പൊ OAP ഒന്ന് തിരിച്ചറിയണം. OAP അതറിയാം. അതെന്താണ്? പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലുള്ള റേഡിയസിനും ഒരു ടാൻജന്റിനും ഇടയിലുള്ള ആംഗിളാണ്. അത് 90 ഡിഗ്രി ആണ്. നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ 90 ഡിഗ്രി പറയാം. ദാറ്റ് മേ ബി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായിരിക്കാം ആദ്യത്തെ ചോദ്യം. അടുത്ത ചോദ്യം വരാവുന്ന ഏതാ? അതേ 70-ൽ നിന്ന് ഈ പോയിന്റ്, ഈ ആംഗിൾ കാണാം. ഏതാംഗിൾ? ആംഗിൾ AOB. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the measure of angle AOB? AOB എത്രയാണെന്ന് ചോദിക്കാം. Because this is a cyclic quadrilateral. അവിടെ
സർക്കിൾ ഇല്ലെങ്കിലും അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം അതിന് സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ സ്വഭാവമുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആവുന്നു. ഇനി ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് സപ്ലിമെന്ററി ആയതുകൊണ്ട് 180 ഡിഗ്രി മൈനസ് 110 ഡിഗ്രി, 110 അല്ല, സോറി, 70 ഡിഗ്രി, വിച്ച് ഈസ് ഈക്വൽ ടു 110 ഡിഗ്രി. ഇനിയും ഇതേപോലെ ഒരു ആംഗിളിലൂടെ കാണാൻ പറ്റും, അതും ചോദിക്കാം. ആംഗിൾ ഒ ബി പി, അതും ഇതിന്റെ കൂടെ ആൻഡ് ആംഗിൾ ഒ ബി പി, ഇതിലേത് വേണമെങ്കിലും ചോദിക്കാം, രണ്ടും കൂടെയും ചോദിക്കാം. അതും 90 ഡിഗ്രിയാണ്. അടുത്തത് ആംഗിൾ എ ഒ ബി 110 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഇതില് അത് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നതൊക്കെ അതേ സ്ഥലത്തൊന്ന് മാർക്ക് ചെയ്യുക. ഇനിയും അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇവിടേക്ക് വരാം. ആംഗിൾ എ ഡി ബിയിലേക്ക് വരാം. എ ഡി ബി ഇതിന്റെ പകുതിയാണ്. ഇത് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഗണിത വസ്തുതയാണ്. അടുത്തത് ഈ എ ഡി ബി സി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഈ സിയിലേക്ക് വരാൻ പറ്റും. സി എന്ന് പറയുന്നത് ആംഗിൾ എ സി ബി, സിയിലുള്ള ആംഗിൾ എ സി ബി ആണ്. അത് നമുക്ക് കാണാം. അപ്പോ ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു ഇതിന്റെ പകുതി 110 ഡിഗ്രിയുടെ നമുക്ക് കിട്ടിയത് എങ്ങനെ എന്ന് കാണിക്കണം. അതാണ് നല്ലത്. അപ്പോൾ അത് 55 ഡിഗ്രി, 55 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റിന് വാട്ട് ഈസ് ആംഗിൾ എ സി ബി? ആംഗിൾ എ സി ബി എന്താണ്? ആംഗിൾ എ സി ബി ന്റെ മെഷർ, ഇത് രണ്ടും സപ്ലിമെന്ററി ആയതുകൊണ്ട് 180 ഡിഗ്രി മൈനസ് 55 ഡിഗ്രി, അപ്പോ 125 ഡിഗ്രി. അങ്ങനെ നമുക്ക് കാണാം. ഇനിയും ഈ എ ബി ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ പി എ ബി എന്താണെന്ന് കാണാം. ആംഗിൾ പി എ ബി എത്രയാണെന്ന് കാണാം. ആംഗിൾ പി എ ബി എത്രയായിരിക്കും? ആംഗിൾ പി എ ബി എന്ന് പറയുന്നത് ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ 180യിൽ നിന്ന് ആകെയുള്ള 3 ആംഗിളിന്റെയും കൂടെ സമ്മിൽ നിന്ന് അറിയാവുന്ന ഒരെണ്ണം അതിന്റെ 70 ഡിഗ്രി മൈനസ് ചെയ്ത ശേഷം അത് ബാക്കി 2 എണ്ണം ഈക്വൽ ആയിട്ടുള്ളതാണ്. അതിന്റെ പകുതി എടുക്കുക ഒരു ആംഗിൾ കിട്ടാൻ. വിച്ച് ഈസ് ഈക്വൽ ടു 180 മൈനസ് 70, 110 അതിന്റെ പകുതി എടുക്കുക. അപ്പോ 55 ഡിഗ്രി എടുക്കും. 55 ഡിഗ്രി, അങ്ങനെ നമുക്ക് 55 ഡിഗ്രി ലഭിക്കുന്നു. സോ ഇത് 125 ഡിഗ്രി, 125 ഡിഗ്രി. പിന്നെ ഈ ആംഗിള് അത് വരച്ച ശേഷം മാർക്ക് ചെയ്യാം. ദെൻ അപ്പോൾ അത് രണ്ടും അങ്ങനെ തന്നെയാണ്. ആംഗിൾ എ ബി പിയും അത് തന്നെയാണ്. ആംഗിൾ ബി എ പിയും സെയിം 55 ഡിഗ്രി തന്നെയാണ്. ഇങ്ങനെ ഇവിടെ ഈ ചോദ്യങ്ങൾ വരാം. ഇനി ഒരു പക്ഷേ ഇങ്ങനെയൊന്നും അല്ലാതെ ചോദ്യങ്ങൾ വരും. ഇത് നേരെ തിരിച്ച് ഈ 125 തരുന്ന അവിടെ അതിന് പകരം ആ ഭാഗത്തുള്ള ഒരു ആംഗിൾ തരുന്നത് ഒരു 100 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഇതൊരു 100 ഡിഗ്രി ആണെങ്കിൽ 100 ഡിഗ്രി ആണെങ്കിലോ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇവിടേക്ക് വരണം. അതിന്റെ സപ്ലിമെന്ററി ആംഗിളിലേക്ക് വരണം. അപ്പൊ അത് 80 ഡിഗ്രി എന്ന് ലഭിക്കും. 80 ഡിഗ്രി. അതിനുശേഷം ഈ 80യിൽ നിന്ന് അതിന്റെ ഡബിൾ ആണ് ഇവിടെ വരിക. അത് 160, 160 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന് മുമ്പ് ആംഗിൾ ഒ എ പി 90 ആണോ നമ്മൾ അത് ഇത് രണ്ടും ഈ ചോദ്യത്തിലും വരാം. തന്നിരിക്കുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് ഇതൊക്കെയാണ് വരുന്നത്. 100 ഇവിടെ വന്നാൽ 100 ഡിഗ്രി വന്നാൽ
ആദ്യം 80 ഡിഗ്രി ഉണ്ടാക്കാം, അതിൽ 160 ഡിഗ്രി. ഇതും സപ്ലിമെന്ററി ആണ്. അപ്പോൾ 160 പോയിട്ട് ഇതെത്രയാണ്? 20. ഇങ്ങനെയാണ്. ഇനി ഇവിടെ നിന്ന് ഈ ചോദ്യം ചോദിച്ചു എന്നിരിക്കട്ടെ, ഈ ആംഗിൾ ഒന്നുമില്ല, ഇതൊന്നുമില്ല. പകരം ഈ ചോദ്യം ഇവിടെ നിന്ന് ചോദിക്കും. സെയിം ചിത്രം, ഇതൊരു 50 ഡിഗ്രി. ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ടും വരാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എത്ര വരും? അതെ, സപ്ലിമെന്ററി 50യുടെ സപ്ലിമെന്ററി ആംഗിൾ എത്ര? 130 ഡിഗ്രി. 50യുടെ ഡബിൾ എത്രയാണ്? 100. ഇനിയും 100 അതിന്റെ സപ്ലിമെന്ററി ആംഗിൾ ഏതാണോ അതാണ് P. 100ന്റെ സപ്ലിമെന്ററി ആംഗിൾ 80 ആണ്. ഇനിയും ആംഗിൾ BAP കാണണമെങ്കിൽ 180ന്ന് 80 മൈനസ് ചെയ്ത് ബാക്കി വരുന്ന ആ 100ന്റെ ഹാഫ് എടുക്കണം. ഇനിയും ഇതിൽ തന്നെ ഇത്രയും ചെയ്യാതെ തന്നെ ഇവിടെ മറ്റൊരു ഗണിത വസ്തുതയും ഉണ്ട്. ഇവിടെ AB എന്ന് പറയുന്ന വരയുടെ ഉണ്ടെങ്കിൽ മറ്റൊരു ഗണിത വസ്തുത ഉണ്ട്. അതെന്താണ്? ഒരു കോഡിനും ഒരു ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലുള്ള ഒരു കോഡിനും അതിൽ കൂടിയുള്ള കോഡിനും ഒരു ടാൻജന്റിനും ഇടയിൽ വരുന്ന ആംഗിള് ആ കോഡിന്റെ മറുഭാഗത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിളിന് ഈക്വൽ ആവും. അതായത് ഇവിടെ വരുന്ന 50 ഇവിടെ വരും. ഇവിടെ വരുമെന്നുള്ളതിന് തർക്കമില്ല. ഇത് അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതൊരു പോയിന്റ് ഓഫ് കോണ്ടാക്ട്, അവിടെ ഒരു കോഡുണ്ട്, ഞാനുണ്ട്, ഒരു ടാൻജന്റും ഉണ്ട്. അപ്പൊ ടാൻജന്റിനും കോഡിനും ഇടയിലുള്ള ആംഗിള് ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അപ്പോ അങ്ങനെയും നമുക്ക് ഈ 180ന്ന് 80 മൈനസ് ചെയ്ത് ഹാഫ് എടുക്കാം. അങ്ങനെ എടുക്കാം. അതുകൂടാതെ ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വരുന്നത് എന്നൊരു ഗണിത വസ്തുതയും ടാൻജന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലുണ്ട്. അങ്ങനെ ഒരു ഗണിത വസ്തുതയും. അപ്പൊ കുറെ അധികം ഗണിത വസ്തുതകൾ ഈ ഒരു ചിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ചിലത് പ്രകടമാണ്, മറ്റു ചിലത് ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഏത് OAPB ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് എന്ന കാര്യം ഇവിടെ പ്രകടമല്ല. കാരണം അതിലെ കൂടെ സർക്കിൾ പോകുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്. അങ്ങനൊരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ആ സ്വഭാവമൊക്കെ ഉണ്ട്. ആ സർക്കിളിന്റെ മറ്റൊരു പ്രത്യേകത OP എന്നത് അതിന്റെ ഒരു ഡയമീറ്റർ ആയിരിക്കും. അതൊരു ഡയമീറ്റർ ആയിട്ടേ വരൂ. അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും അതിന്റെ സെന്റർ. ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ചോദ്യവും ഈ ചിത്രവും ഒക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. മറ്റൊരു പ്രധാന വസ്തുതയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.